വയനാട്ടിലേക്കാണ്. വയനാട് മാനന്തവാടി പയ്യമ്പള്ളിയിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്തിയ കാട്ടാന ബേലൂർ മഖ്നയെ പിടികൂടാനുള്ള ദൌത്യം തുടരുന്നു. മണ്ണുണ്ടി മേഖലയിൽ ആനയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദൌത്യ സംഘം കാട്ടിൽ പരിശോധന തുടരുകയാണ്. ആന വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ദൌത്യ സംഘത്തിന് പ്രതികൂലമാകുന്നുണ്ട്. സാഹചര്യം അനുകൂലമായാൽ മയക്കുവെടി വെക്കാനാണ് തീരുമാനം. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, 2 ദിവസം കഴിഞ്ഞിട്ടും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവിടുത്തെ നാട്ടുകാർ ഭീതിയിലാണ്. മിഷൻ മഖ്നയ്ക്കുള്ള തടസ്സം എന്താണ്? ടോമു, ഒരുപക്ഷെ ഇതുവരെ വനംവകുപ്പ് നടത്തിയിട്ടുള്ള ഏറ്റവും ശ്രമകരമായ ദൌത്യത്തിലൊന്നാണ് ഇപ്പോൾ വയനാട്ടിലെ ഈ കാട്ടിൽ നടക്കുന്നത്. തോൽപ്പട്ടി പാത, മൈസൂർ മാനന്തവാടി പാതയിലെ തോൽപ്പട്ടി വനമേഖലയിൽപ്പെട്ട ഇടത്താണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് പുറകിൽ കാണാം വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തമ്പടിച്ച് അവർ ഈ ദൌത്യം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. 100-ലധികം RRT അംഗങ്ങളാണ് ഇപ്പോൾ ഈ കാട്ടിനുള്ളിലേക്ക് രാവിലെ തന്നെ പോയിരിക്കുന്നത്. കുങ്കിയാനകൾ അടക്കമുള്ള സജ്ജീകരണങ്ങൾ കാട്ടിനുള്ളിലുണ്ട്. എങ്ങനെയും ആനയെ വെടിവെച്ച് പിടികൂടി നാട്ടിലേക്ക് എത്തിക്കുക എന്നതാണ്, അതിനുശേഷം മുത്തങ്ങയിലേക്ക് ഇത് അയക്കുക എന്നതാണ്. ആ ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഇവർ പ്രവർത്തിക്കുന്നത്. വലിയ പ്രതിബന്ധങ്ങൾ ഈ ആനയെ പിടിക്കാൻ പോകുമ്പോൾ ഉണ്ടാവുന്നു എന്നാണ് വനംവകുപ്പ് പറയുന്നത്. ഇന്നലെ 3 വട്ടം മയക്കൊടി വെച്ചെങ്കിലും ആനയ്ക്ക് വെടികൊള്ളാത്ത ഒരു സാഹചര്യം. വളരെ പെട്ടെന്ന് ചീറിപ്പാഞ്ഞ് പോകുന്ന തരത്തിലാണ് ആനയുടെ ഒരു രീതി. അതുകൊണ്ട് ദൌത്യസംഘം ഈ ആനയെ ട്രാക്ക് ചെയ്ത് ആനയിലേക്ക് എത്തിപ്പെടുമ്പോൾ വളരെ പെട്ടെന്ന് ഈ RRT ടീം അവിടേക്ക് എത്തും. ആ സമയത്ത് അവിടെ നിന്ന് വളരെ പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കാഴ്ചയാണ്. പാറക്കെട്ടുകൾക്ക് ഇടയിലും ഒപ്പം ഈ പൊന്തക്കാടുകൾക്കുമൊക്കെ മറഞ്ഞിരിക്കുന്ന ഒരു രീതിയുമുണ്ട്. ഒപ്പം ഈ ആന വേട്ടയ്ക്കായി പോകുമ്പോൾ മറ്റ് നിരവധി ആനക്കൂട്ടങ്ങൾ കാട്ടിലുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ആനയെ കണ്ടെത്തി അതിന് കോളർ ID ഉണ്ടോ എന്നൊക്കെ തിരിച്ചറിഞ്ഞ് വേണം ഈ ദൌത്യത്തിലേക്ക് പോകാൻ. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ദുഷ്കരമാവുന്നത്. ഒപ്പം ഇതിനൊപ്പമുള്ള വന്യജീവികളും ഉണ്ട്. കടുവ പോലുള്ള വന്യമൃഗങ്ങളുടെ മുന്നിൽ പോലും ഈ ട്രാക്കിംഗ് സംഘം അകപ്പെട്ട വിവരങ്ങളും കാട്ടിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റം ദുഷ്കരമായൊരു ദൌത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഈ ആന ശരവേഗത്തിൽ കാട്ടിലൂടെ പായുന്നു. മറ്റൊന്ന്, ഈ മറ്റ് ആനകളുടെ സാന്നിധ്യം, മറ്റ് വന്യജീവികളുടെ സാന്നിധ്യം. ആദ്യം ട്രാക്കിംഗ് സംഘമാണ് ഈ ആനയെ കണ്ടെത്താനായി പോകുന്നത്. ആ ട്രാക്കിംഗ് സംഘം ഒരു സ്ഥലത്ത് ആനയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശേഷം അവിടെ നിന്നും വിവരം നൽകുന്ന മുറയ്ക്ക് RRT സംഘങ്ങളും കുങ്കിയാനകളും അവിടേക്ക് പോകും. ഇത്തരത്തിൽ ഒരു തവണ ഏതാണ്ട് അടുത്ത് 100 മീറ്റർ 200 മീറ്റർ അടുത്ത് ഈ ദൌത്യസംഘം എത്തിയതാണ്. പക്ഷേ അത് തികച്ചും ഒരു മഡ്ഡി ഏരിയ എന്നാണ്. അവർ ഈ മണ്ണ് വീണ ഒരു ചതുപ്പ് പോലുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഒട്ടും ഈ ദൌത്യത്തിന് യോജ്യമല്ലാത്ത ഒരു ഇടമായിരുന്നു. അതുകൊണ്ട് ആ സമയം ഇവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അവിടെ നിന്ന് വീണ്ടും ആന വളരെ വേഗം മറ്റൊരിടത്തേക്ക് സ്ഥാനം മാറി. പിന്നാലെ ട്രാക്കിംഗ് സംഘവും അങ്ങനെ രാവിലെ മുതൽ ഈ കാട് അരിച്ചു പെറുക്കിയുള്ള ഓപ്പറേഷനാണ്, ഒരു ദൌത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം ദുഷ്കരമായ ഒരു ദൌത്യം. ഈ ജില്ലയിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെയുള്ള RRT സംഘങ്ങളും ഫോറസ്റ്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ ഇപ്പോൾ ഇവിടെ തമ്പടിച്ച് കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. DFOയും വൈൽഡ് ലൈഫ് വാർഡനും അടക്കമുള്ള ആളുകൾ പൂർണ്ണ സമയം ഇവിടെ തമ്പടിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഇടങ്ങളിൽ നിന്നായി ആളുകൾ വീണ്ടും ഉദ്യോഗസ്ഥർ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആനയെ വെടിവെച്ച് പിടികൂടുക എന്ന ഒരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ അത് എത്രമാത്രം വിജയകരമാവും എന്ന കാര്യത്തിൽ നമുക്കിപ്പോഴും കൃത്യമായി ഉത്തരം പറയാനാവില്ല. ഒരുപക്ഷെ നാളത്തേക്ക് കൂടി ഈ ദൌത്യം നീളാനുള്ള സാഹചര്യങ്ങളും ഇപ്പോഴും ഈ ആനയെ കഴിഞ്ഞ 2 ദിവസത്തിലധികമായി പിടികൂടാൻ കഴിയാത്തതിന്റെ പ്രതിഷേധം നാട്ടുകാർക്കുണ്ട്. വലിയ രീതിയിലുള്ള അമർഷമൊക്കെ ഇന്നലെ പലരുടെയും വാക്കുകളിൽ നിന്നും പുറത്തു വന്നതാണ്. അവിടുത്തെ കർഷകരും നാട്ടുകാരും പ്രതിഷേധ സ്വരം ഉയർത്തിയിരുന്നു. ഈ അജീഷിന്റെ മരണവിവരം അറിഞ്ഞ് അവിടെ വലിയ പ്രതിഷേധമൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അരങ്ങേറിയത്. ഇപ്പോഴും അത്തരം പ്രതിഷേധങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ടോ? പ്രതിഷേധം വിവിധയിടങ്ങളിലായി ഉയരുന്നു. ഇന്നലെ വലിയ പ്രതിഷേധം ഉയരുന്നു. കാരണം ഇന്നലെ വൈകുന്നേരം ഈ ദൌത്യം സംഘം, ഡാർട്ടിംഗ് ടീം, അതായത് വെടിവെക്കുന്നതിനുള്ള ടീം കാട്ടിൽ നിന്നും പുറത്തേക്ക് മടങ്ങുന്നതിനിടെയാണ്
മണ്ണുണ്ടിയിൽ നാട്ടുകാർ ഈ ദൗത്യ സംഘത്തെ തടഞ്ഞു വെക്കുകയും ഏതാണ്ട് 2-3 മണിക്കൂറോളം വലിയ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതാണ് അത്രയധികം നാട്ടുകാർ അസ്വസ്ഥരാണ്. കാരണം ഈ വനമേഖലയിൽ ഈ ചെമ്പകപ്പാറ മണ്ണുന്തി ഭാഗത്താണ് ഈ ആന തമ്പടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏത് നിമിഷവും ജനവാസ മേഖലകളിലേക്ക് ഒരുപക്ഷെ ആന ഇറങ്ങുന്നതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനും കഴിയില്ല. അതാണ് ജനങ്ങളെ ആശങ്കയിലാക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രി ഈ മേഖലയിൽ ഒന്നടങ്കം പട്രോളിംഗ് നടത്തുന്നതിനായി പോലീസ്, ഫയർഫോഴ്സ് സംഘങ്ങൾ, ഫോറസ്റ്റ് സംഘങ്ങളെ നിയോഗിച്ചിരുന്നു. അവർ കൃത്യമായ പട്രോളിംഗ് നടത്തി. അതിനുശേഷം രാവിലെ 8 മണിയോടുകൂടി തന്നെ ഈ വെടിവെക്കുന്നതിനുള്ള സംഘം കാട്ടിനുള്ളിലേക്ക് പോയി. വിവിധയിടങ്ങളിൽ നിന്നായുള്ള RRT സംഘങ്ങളും കാട്ടിനുള്ളിലേക്ക് പോയി. കുങ്കിയാനകളെയും കാട്ടിനുള്ളിലേക്ക് എത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധ സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ഈ വനത്തിനുള്ളിൽ ഉള്ളത്. ആ ഒരു രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ. ഒരിക്കലും ഈ ദൗത്യ സംഘത്തിന്റെ അവരുടെ ഒരു ആർജവത്തെക്കുറിച്ച് ആർക്കും ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെയാണ് ഫോറസ്റ്റ് വകുപ്പ് പറയുന്നത്. കാരണം ഈ അടുത്തിടെ എല്ലാ മിഷനുകളും വിജയകരമായി പൂർത്തിയാക്കിയ സംഘമാണ്. പലയിടങ്ങളിൽ, വയനാട്ടിൽ തന്നെ പലയിടങ്ങളിൽ പുലി ഇറങ്ങുന്നു, ആന ഇറങ്ങുന്നു. അത്തരം പല വെല്ലുവിളികൾ, അരിക്കൊമ്പൻ മിഷൻ ഉണ്ടായിരുന്നു, ഒപ്പം തണ്ണീർക്കൊമ്പനെ പിടികൂടി മിഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ മിഷനുകളും വിജയകരമായി പൂർത്തിയാക്കിയ ഒരു ചരിത്രമുണ്ട് എന്ന് ഇവർ തന്നെ പറയുന്നു. പക്ഷേ ഇത് അല്പം കൂടി ബുദ്ധിമുട്ടേറിയ ഒരു ദൗത്യമാണ്. കാരണം കൊടുങ്കാട്ടിനുള്ളിലാണ് ഈ ദൗത്യം നടക്കുന്നത്. വെടിവെച്ചു കഴിഞ്ഞാൽ ആനയെ പിന്നീട് ഈ സ്ഥലത്തേക്കാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കുങ്കിയാനകൾ ഈ ആനയും കെട്ടി വലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉന്തിത്തള്ളി ഇവിടെ വരെ എത്തിക്കുക എന്നതും വലിയ ദുഷ്കരമായ ഒരു ദൗത്യമാണ്. ഇന്നലെ അതുകൊണ്ട് തന്നെ ആനയെ തുരത്തി കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ഈ സ്ഥലത്ത് എത്തിക്കാനുള്ള ഒരു ചെമ്പകപ്പാറ മേഖലയിൽ സനീഷ് കുമാറിലേക്ക് തിരികെ എത്താം. ജിൻസ് കൂടി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. ജിൻസ്, വലിയ പ്രതിസന്ധി വനംവകുപ്പിനെ സംബന്ധിച്ചുണ്ട്, വലിയ വെല്ലുവിളികളുണ്ട്. പ്രത്യേകിച്ചും ഉൾവനത്തിലേക്ക് ഈ കാട്ടാന പോയിരിക്കുന്നു. അതിനെ എത്തിക്കാൻ വേണ്ടിയുള്ള, തിരികെ ഈ പ്രദേശത്തേക്ക് എത്തിക്കുക എന്നത് ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. അതായത് മയക്കുവെടി വെച്ച് പിടികൂടുക, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്ലാൻ ബി വനവകുപ്പിന്റെ ഭാഗത്തുണ്ടോ? നിലവിൽ ഈ അജീഷിനെ കൊലപ്പെടുത്തിയ ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഊർജിത നീക്കം തന്നെയാണ് വനപാലകർ നടത്തുന്നത്. 200ഓളം അംഗ ദൗത്യസേനയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. ഇന്ന് അതിരാവിലെ തന്നെ ഇതിനെ പിടികൂടാനുള്ള ദൗത്യം തുടങ്ങിയിരുന്നു. നേരത്തെ നമ്മൾ കണ്ടതാണ് ഈ ആനയെ പൂർണ്ണമായും വനംവകുപ്പ് വളഞ്ഞിരുന്നു. ഇന്നലെ കണ്ട അതേ സ്ഥലത്ത് തന്നെയായിരുന്നു ഈ ആനയെ രാവിലെ ലൊക്കേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം സന്ദർഭവും ഒത്തു വന്നാൽ ഇതിനെ ഇവിടെ വെച്ച് തന്നെ മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കമാണ് നിലവിൽ നടത്തുന്നത്. ഈ ആനയെ ലൊക്കേറ്റ് ചെയ്യുന്നതിനടക്കം ഈ ദൗത്യ സംഘം 10 ടീമുകളായി തിരിഞ്ഞുകൊണ്ടായിരുന്നു ഈ മേഖലയിലെല്ലാം തന്നെ നിരീക്ഷണം നടത്തിയത്. അതിനിടെ ഈ മണ്ണുണ്ടി ഭാഗത്തേക്ക് ആന എത്തി എന്നറിഞ്ഞ മുതൽ തന്നെ ഈ മയക്കുവെടി വെക്കാനുള്ള വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സന്നാഹവും സജ്ജമായിരിക്കുകയാണ്. ഈ ദൗത്യത്തിൽ 4 കുങ്കിയാനകളെയും എത്തിച്ചിട്ടുണ്ട്. ആനകളും സജ്ജമാണ്. ഈ തെരച്ചിലിനോടൊപ്പം തന്നെ ഈ കുങ്കിയാനയുടെ സംഘവും ഇവിടെയുണ്ട്. എന്തായാലും തൊട്ടടുത്ത് തന്നെ അടുത്ത മണിക്കൂറുകൾ തന്നെ ഇതിനെ മയക്കുവെടി വെക്കാനുള്ള നീക്കം നടക്കും. ഇന്നലെ നമ്മൾ കണ്ടതാണ്, നേരം ഇരുട്ട് ആയതോടുകൂടെ പിന്നെ ദൗത്യം അവസാനിപ്പിക്കേണ്ടി വന്നു. അതിനുശേഷം വീണ്ടും ഇത് വനത്തിലേക്ക് പോവുകയും പിന്നീട് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് തന്നെ ഇതിനെ ഈ ആനയെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ തന്നെ മയക്കുവെടി വെച്ചുകൊണ്ട് പിടികൂടാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. ഈ കോഴിക്കോട്, അതുപോലെ തന്നെ മണ്ണാർക്കാട് RRT വിഭാഗത്തിൽ നിന്നുള്ള 200ഓളം ജീവനക്കാരെയാണ് ഈ ദൗത്യത്തിൽ പങ്കെടുപ്പിക്കുന്നത്. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അനുകൂലമായ സാഹചര്യം ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ ആനയെ ഉടൻ വെടിവെക്കാനുള്ള ദൗത്യം തന്നെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ യുവജന സംഘടനകളുടെയും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും രാവിലെ മുതലുണ്ട്. ഇന്നലെ മുതലേ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം വനംവകുപ്പിനെതിരെ നീക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്തായാലും ഈ ആനയെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പിടികൂടാനുള്ള ഒരു നീക്കമാണ് നിലവിൽ നടക്കുന്നത്. വ്യക്തമാണ്. ജിൻസും MS സനീഷ് കുമാറുമാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് മാനന്തവാടി പയ്യമ്പള്ളിയിൽ 47കാരനെ കൊലപ്പെടുത്തിയ കാട്ടാന ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ദൗത്യം തുടരുകയാണ്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം, ഇടവേള കഴിഞ്ഞ്.